الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്ത് അനേകായിരം മനുഷ്യർ ജീവിക്കുന്നു. ആ മനുഷ്യരിൽ ഭൂരിഭാഗവും ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും അതേപോലെ പരീക്ഷണങ്ങൾക്കുമൊക്കെ പരിഹാരമായി അവർ കാണുന്നത് അവരുടെ ആത്മീയതയെയാണ്. അതായത് ദീനിയായ മതപരമായ ജീവിതത്തിലൂടെയാണ് ഭൂരിഭാഗം മനുഷ്യരും അതിനെ സമീപിക്കുന്നത്. എന്നാൽ വളരെ ദൈവനിഷേധികളായ ആളുകൾ, മതമില്ല, ദൈവമില്ല, മരണാനന്തര ജീവിതമില്ല എന്ന് പറയുന്നവർ ചരിത്രത്തിൽ എപ്പോഴും അവർ തുച്ഛമായ എണ്ണമാണ് നമ്മൾ കണ്ടത്.
മതവിശ്വാസികളും ആത്മീയതയെ അംഗീകരിക്കുന്നവരുമാണ് മനുഷ്യരിൽ കൂടുതലും. എന്നാൽ ദൈവവിശ്വാസം ഉള്ളവരിൽ തന്നെ ഭൂരിപക്ഷവും വെച്ചു പുലർത്തുന്ന വിശ്വാസം എന്നത് തീർത്തും തെറ്റായ വിശ്വാസങ്ങളാണ്. അബദ്ധ ധാരണകളും അന്ധവിശ്വാസങ്ങളുമാണ് ആത്മീയതയിലൂടെ മതപരമായ ജീവിതത്തിലൂടെ തന്നെ തൻ്റെ പ്രതിസന്ധിയെ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും തെറ്റായ ചില രീതികളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സത്യവും നീതിയും അതിലുപരി ഒരു മനുഷ്യനെ തീർത്തും ഇരു ലോകത്തും രക്ഷ നൽകുന്നത് ഏകദൈവ ആരാധന മാത്രമാണ്. അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ ഒരു മനുഷ്യന് ആത്യന്തികമായ രക്ഷ ലഭിക്കൂ എന്നതാണ് മനുഷ്യന്റെ പാരമ്പര്യവും വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും നമ്മളെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ വിഷയം എന്നത്. നമുക്കറിയാം, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അഖിലവും എന്തിനാണ് അവരെ ഈ ഭൂമി ലോകത്തേക്ക് റസൂലുമാരായി അള്ളാഹു നിയോഗിച്ചത്? അതിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് ഈ ഭൂമി ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലെ എത്രയെത്ര അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങളുടെ എല്ലാം പിന്നിൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രാവും പകലും മാറി മാറി വരുന്നത്? യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. രാവ് പകലിലേക്കും പകൽ രാവിലേക്കും അള്ളാഹു പ്രവേശിക്കുന്നു. രാപ്പകലുകൾ മാറി മാറി വരുന്നു. ആകാശവും ഭൂമിയും മഴയും കാറ്റുമെല്ലാം എന്താണ് മനുഷ്യനെ അറിയിക്കുന്നത്? അള്ളാഹു മാത്രമാണ് ഏകൻ, അവൻ മാത്രമാണ് ആരാധ്യൻ, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ ദൃഷ്ടാന്തങ്ങളെ എല്ലാം മനുഷ്യനെ കൊണ്ടുപോകുന്നത്. എന്നാൽ എല്ലാ മനുഷ്യരും ഒരൊറ്റ ദൈവത്തെ മാത്രമാണ് ആരാധിച്ചിരുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. എല്ലാവരും ഒരൊറ്റ സമൂഹമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 213 ആയത്ത് എന്താണ് അള്ളാഹു പറയുന്നത്? കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു, ഒരൊറ്റ ഉമ്മത്തായിരുന്നു. മനുഷ്യരെല്ലാം ഒരൊറ്റ ഉമ്മത്തായിരുന്നു. എന്നാൽ അവർ ഭിന്നിച്ചപ്പോൾ, ആ ഒറ്റ സമുദായമായിരുന്ന മനുഷ്യർ ഭിന്നിച്ചപ്പോൾ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. അവരിലേക്ക്, ആ മനുഷ്യരിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ, നബിമാരെ നിയോഗിച്ചു. എന്തിനാണ്? മുബശ്ശിരീൻ, സത്യവിശ്വാസികൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണ്. വമുൻദിരീൻ, ഈ വഹ്ദാനിയത്തിൽ നിന്ന് വ്യതിചലിച്ച ആളുകളെ അവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഅൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ്. അങ്ങനെ ആ പ്രവാചകന്മാരുടെ കൂടെ സത്യവേദവും വേദഗ്രന്ഥങ്ങളും അവരുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു അള്ളാഹു അവതരിച്ചതിൽ. ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീഹി. എന്തിനാണ് അള്ളാഹു നബിമാരെ അയച്ചത്? അവർക്ക് വേദഗ്രന്ഥം കൊടുത്തത് എന്തിനാണ്? അവർ ഭിന്നിച്ചതായ കാര്യത്തിൽ വിധി തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയാണ്. ഏതിലാണ് വിധി തീർപ്പ് കൽപ്പിക്കുന്നത്? ദൈവത്തിനു പുറമെ, അള്ളാഹുവിനു പുറമെ മറ്റുള്ള സൃഷ്ടികളെ, ശക്തികളെ, വ്യക്തികളെ, ആ വസ്തുക്കളെ ആരാധിച്ച് മനുഷ്യർ ഭിന്നിച്ചപ്പോഴാണ് അവിടെ റസൂലുമാരും വേദഗ്രന്ഥം അയച്ച് പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. നമുക്കറിയാം, ഇവിടെ മനുഷ്യകുലത്തിന്റെ ആരംഭം നമുക്കറിയാം. ആദം നബി അലൈഹിസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാം വരെ 10 തലമുറകൾ. ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 10 തലമുറകൾ അവർ തൗഹീദിലായിരുന്നു ജീവിച്ചിരുന്നത്. അവരിൽ ശിർക്കുണ്ടായിരുന്നില്ല. പിന്നീട് വന്നവർ ക്രമേണ അവർ തൗഹീദിൽ നിന്ന്, യഥാർത്ഥ വഹ്ദാനിയത്തിൽ നിന്ന് അവർ മെല്ലെ മെല്ലെ ശിർക്കിലേക്ക് വ്യതിചലിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എവിടെയാണ് ലോക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഈ വഹ്ദാനിയത്ത്, ഒറ്റ സമുദായമായിരുന്ന മനുഷ്യർ എവിടെയാണ് വ്യതിചലിച്ചത്? അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ബൈന നൂഹിൻ വ ആദമ 10 ഖുറൂൻ. അതെ, ആദം അലൈഹിസ്സലാമയിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം വരെ 10 തലമുറകൾ ഉണ്ടായിരുന്നു. ആ 10 തലമുറകളുടെ അവസ്ഥ എന്തായിരുന്നു? കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്. അവരെല്ലാവരും സത്യമതത്തിലായിരുന്നു, യഥാർത്ഥ ശരീഅത്തിലായിരുന്നു ആ സമൂഹമെല്ലാം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയാണ്, അവരിൽ ജീവിച്ചിരുന്ന 5 മഹാന്മാരുണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാം വരുന്ന ആ കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. 10 തലമുറകളിൽ ശിർക്കില്ല. അള്ളാഹുവിനോട് മാത്രമാണ് അവർ പ്രതിസന്ധികളിൽ ദുആ ചെയ്തത്. പ്രയാസങ്ങൾ വന്നപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് കൈകൾ ഉയർത്തിയത്. അവർക്ക് ആഗ്രഹ സഫലീകരണത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് അവർ ദുആ ഇരുന്നത്. എന്നാൽ എവിടെയാണ് വ്യതിചലനം സംഭവിച്ചത്? അവിടെയാണ് 5 മഹാന്മാർ, സ്വാലിഹീങ്ങളായ, ഇബ്നു അബ്ബാസ് പറയുന്നു, വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ, ഇവരെ പറ്റി സൂറത്തു നൂഹിൽ പരാമർശമുണ്ട്. ഈ 5 മഹാന്മാർ അവിടെ ജീവിച്ചിരുന്നു. അവർ മരണപ്പെട്ടു, വഫാത്തായി.
അങ്ങനെ അവർ എല്ലാവരെയും ഖബറടക്കുന്നത് പോലെ സാധാരണ ഖബർസ്ഥാനുകളിൽ ആ സമൂഹം ഖബറടക്കി. എന്നാൽ അതിനുശേഷം പിശാച് അവരിലേക്ക് ഇടപെടുകയാണ്. പിശാചിന്റെ ടാർഗറ്റ് എന്നത് ഒരു മനുഷ്യനെ ശിർക്കിലേക്ക് തളച്ചിടുക എന്നതാണ്. പിശാച് അവരിൽ ഇടപെട്ടു. ആദ്യം അവരോട് ഈ ഖബറുകൾക്ക് മുമ്പിൽ ആരാധനകൾ അർപ്പിക്കണം എന്നല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞു കൊടുത്തത് ഇവർ സാധാരണക്കാരുടെ ഖബറുകൾ പോലെയാണോ? അല്ല. അപ്പോൾ ഇവർക്ക് എന്തോ ഒരു മഹത്വമുണ്ട്, ഇവർ സ്വാലിഹീങ്ങളായിരുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ പിശാച് ആദ്യം അവരിൽ തോന്നിപ്പിച്ചത് അവിടെ ഒരു അടയാളം നമുക്ക് വെക്കാം. അങ്ങനെ ഒരു നാട്ടക്കുറ്റി അവർ കുത്തി, ഒരു വടികുത്തി. ഈ 5 ഖബറുകൾക്ക് മേൽ മാത്രം വടികുത്തി. എന്തിന്? അവർ ആരാധിച്ചില്ല, അവർ ശിർക്കിലേക്കും എല്ലാം ശൈത്താൻ കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് വന്നവർ വടിയാണ് കാണുന്നത്. എന്താണ് മറ്റു ഖബറുകളിൽ നിന്ന് ഈ 5 സ്വാലിഹീങ്ങളുടെ പ്രത്യേകത? ഇവർ സ്വാലിഹീങ്ങളായിരുന്നു, മഹത്തുക്കളായിരുന്നു. അവരുടെ കാലക്രമേണ ഖബറുകൾ ഉയർത്തപ്പെട്ടു, അവരും ആരാധിച്ചില്ല. അവിടെയാണ് ശിർക്കിലേക്കുള്ള മാർഗമായിരുന്നു, അത് വസീലയായിരുന്നു. അവർ ആരാധിച്ചില്ല, കെട്ടി ഉയർത്തുക മാത്രമാണ്. പിന്നീട് വന്ന സമൂഹം, കാലങ്ങൾ മാറി മാറി പുതിയ തലമുറകൾ വരുമ്പോൾ അവർ ആ ഖബറുകൾ കെട്ടി ഉയർത്തിയതാണ് അവർ കാണുന്നത്. അവരിൽ ശൈത്താൻ തോന്നിപ്പിച്ചു, എങ്ങനെയാണ് അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ ചോദിക്കുക? ഈ മഹാന്മാരിലൂടെ, ഈ വദ്ദിലൂടെ, സുവായിലൂടെ, യഹൂസിലൂടെ, യഊഖിലൂടെ, നസ്റിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താം. നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യാൻ എങ്ങനെ പറ്റും? ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, സാധാരണക്കാരാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് മുഖറബീങ്ങളായ ഈ സ്വാലിഹീങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താം. അവിടെയായിരുന്നു ഇടയാള വിശ്വാസം. മധ്യവർത്തികളെ സമീപിക്കുന്ന മനുഷ്യ ചരിത്രത്തിലെ ആദ്യ സംഭവം ഇബ്നു അബ്ബാസ് പറയുന്നത് നൂഹ് നബിയുടെ ഖൗമായിരുന്നു ആദ്യം എടുത്തത്. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയുന്ന വാചകം എന്താ? ഫലമ്മാ മാതു, അദ്ദേഹം പറയാണ്, അവർ മരണപ്പെട്ടപ്പോ അഖഫു അലാ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ അവർ ഭജനമിരുന്നു. സുമ്മ സവ്വറു, അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി. അവരുടെ ആ വിവരവും അറിവും വെച്ച് ഈ സ്വാലിഹീങ്ങളുടെ രൂപങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. തമാസീലുഹും, അവരുടെ ബിംബങ്ങൾ അവരുണ്ടാക്കി. സുമ്മ ത്വാല അലൈഹിമുൽ അമദ് ഫഅബദൂഹും, അങ്ങനെ അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി. കാലങ്ങൾക്കു ശേഷം അവരതിനെ ആരാധിച്ചു എന്നാണ്. അവിടെയാണ് നൂഹ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു റസൂലായി. അതുകൊണ്ടാണ് ആദ്യത്തെ റസൂൽ. ഒരു സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വന്നപ്പോൾ അതിനെ ഉത്ബോധിപ്പിക്കാൻ, അതിൽ നിന്ന് അവരെ അള്ളാഹുവിലേക്ക്, വഹ്ദാനിയത്തിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കാൻ ആദ്യം വന്ന റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ആദം റസൂലല്ല, ഇദ്രീസ് റസൂലല്ല, അവരെല്ലാം നബിമാരാണ്. എന്നാൽ എല്ലാ നബിമാരും റസൂലുമാരല്ല, എല്ലാ റസൂലുമാരും നബിമാരാണ്. പ്രത്യേകമായി 300 ചില്ലാനം റസൂലുമാരാണ് ലോകത്ത് വന്നത്. 100,000-ലധികം നബിമാർ ലോകത്ത് വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഉദ്ദേശം എന്തായിരുന്നു? അവരുടെ എല്ലാം ലക്ഷ്യം അള്ളാഹുവിന്റെ ആരാധനയിലേക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിലേക്ക് ക്ഷണിക്കലായിരുന്നു. ഇവിടെ നൂഹ് നബി അലൈഹി ഇസ്ലാം 950 കൊല്ലം ദഅവത്ത് നടത്തി. അവരോട് നിരന്തരമായി അവരോട് പറഞ്ഞു, ഈ കാര്യത്തെ പറ്റി പറഞ്ഞു. അല്ലാഹുവല്ലാതെ നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവ പറഞ്ഞപ്പോ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറയുന്നത് ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറൻ. നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ വാചകമാണ്. ഞാൻ അവരെ രാവും പകലും റബ്ബേ ഈ വഹ്ദാനിയത്തിലേക്ക് ഞാൻ അവരെ ക്ഷണിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ആ ഖൗമ അവരോട് പറഞ്ഞു കൊടുത്തത് എന്താണ്? ഈ ആരാധിക്കുന്ന ആളുകളോട് നേതാക്കന്മാര് പറഞ്ഞു കൊടുത്തത് വഖാലു ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങളുടെ ഇലാഹുമാരെ നിങ്ങൾ ഒഴിവാക്കരുത്. ആരെ ഒഴിവാക്കരുത്? വലാ തദറുന്ന വദ്ദൻ വലാ സുവാൻ വലാ യഗൂസ വയഊഖ വനസ്റ, ഈ 5 സ്വാലിഹീങ്ങളെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കരുത്. ഈ ആളുകൾ പറഞ്ഞു കൊടുക്കാണ്. അവിടെ നൂഹ് നബി അലൈഹിസ്സലാം അവരിൽ ദഅവത്ത് നടത്തി. അവരെ കൃത്യമായി 950 കൊല്ലം ദഅവത്ത് നടത്തി. വിരളിലെണ്ണാവുന്ന ആളുകളെ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ പ്രവാചകന്മാരുടെ ദൗത്യം ഈ തൗഹീദ്, ഈ വഹ്ദാനിയത്തിലേക്ക് ക്ഷണിക്കലായിരുന്നു. അതാണ് സൂറത്തുൽ അംബിയായിലെ 25, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുമ്പ്, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ? വഹി നൽകപ്പെട്ടിട്ടല്ലാതെ. എന്താണ് വഹി? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല. അപ്പൊ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന വഹി നൽകപ്പെട്ടിട്ടാണ് ലോകത്ത് 100,000-ലധികം പ്രവാചകന്മാരും ലോകത്ത് വന്നത്. അതാണ് നമ്മുടെ പ്രഖ്യാപനം. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന കരാറും അതാണ്.
ആ കരാറാണ്. മാലിക്കുൽ മുലൂക്കായ അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ എന്ന കാര്യമാണ്. ഇനി അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളും വ്യക്തികളും ഇവരുടെ അവസ്ഥ എന്താണ്? മുഴുവൻ മനുഷ്യനെ പോലെയുള്ള കേവലം സൃഷ്ടികളാണ്. ഖുർആൻ പറയുന്നത് സൂറത്തുൽ അറാഫ് 194 എന്താണ് ഖുർആൻ പറഞ്ഞത്? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, തീർച്ചയായും അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്, അടിമകൾ മാത്രമാണ്. ഖുർആൻ പറയാണ്. നമ്മൾ ആരെയൊക്കെ നമ്മുടെ നാട്ടിലെ മുസ്ലിം പേരുകളിലുള്ളവർ അല്ല മുസ്ലിങ്ങൾ അല്ലാത്തവർ മനുഷ്യരാരാവട്ടെ അവരൊക്കെ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തികൾ, ശക്തികൾ നിങ്ങളെപ്പോലുള്ള അടിമകൾ മാത്രമാണ്. ഉറങ്ങുന്ന, മയങ്ങുന്ന, അതേപോലെ ക്ഷീണം വരുന്ന, മയക്കം വരുന്ന, അതേപോലെ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, മരിക്കുന്ന, അതേപോലെ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണെന്ന് അറിയാത്ത കേവലം മനുഷ്യരാണ്, അടിമകളാണെന്നാണ് ഖുർആൻ പറയുന്നത്. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ, സൂറത്തുൽ ഹജ്ജ്. നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അത് നിരർത്ഥകമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. എത്രയെത്ര ആയത്തുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്. അതിനാലാണ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പയുടെ അടുക്കൽ നടത്തിയ പരാമർശം എന്താണ്? അവർ വിഗ്രഹത്തെയായിരുന്നു ആരാധിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ ഖബറുകളെ ആരാധിക്കുന്നു, അതേപോലെ മഹാന്മാരെ ആരാധിക്കുന്നു, അതേപോലെ തൗഹീദ് പറഞ്ഞു കൊടുത്ത വലിയ പണ്ഡിതന്മാരെ ആരാധിക്കുന്നു, അതേപോലെ അതിനുവേണ്ടി ത്യാഗം ചെയ്ത ഷഹീദുകളായവരെ പോലും ആരാധിക്കുന്നു, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നു. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ പരാമർശം നോക്കിയ, യാ അബത്തി, എന്റെ പൊന്നു വാപ്പ, ലിമ തഅബുദു. ഇബ്രാഹിം നബി വാപ്പാനോട് ചോദിച്ചാണ്, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? എന്തിനെയാണ് നിങ്ങൾ മാ ലാ യസ്മഉ, ഒന്നും കാണാത്തതിനെ എന്തിന് നിങ്ങൾ ആരാധിക്കുന്നു? വലാ യുബ്സിറു, ഒന്നും കേൾക്കാത്തതിനെ വാപ്പ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? വലാ യുഗ്നി അൻക ശൈഅ, ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യാത്തതിനെ നിങ്ങൾ എന്തിനാരാധിക്കുന്നു? നമ്മൾ ആലോചിക്കുക, ഇന്നത്തെ നമ്മുടെ നാട്ടിലെ മനുഷ്യർ ആരാധിക്കുന്ന വസ്തുക്കൾ എടുക്കുക. എന്തെങ്കിലും കാണാൻ കഴിയുമോ? കേൾക്കാൻ കഴിയുമോ? അവർക്ക് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനെ എന്തിനാണ് ആരാധിക്കുന്നത്? ഇനി അവരുടെ അവസ്ഥ എന്താണ് പരലോകത്ത്? ഈ രണ്ടു കൂട്ടരുടെ അവസ്ഥ, ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ, അതേപോലെ ആരാധിക്കപ്പെടുന്ന വ്യക്തികൾ, ശക്തികൾ, വസ്തുക്കൾ, അവരുടെ അവസ്ഥ എന്താ? ഖുർആൻ സൂറത്തുൽ അംബിയായിലെ 98 പറഞ്ഞു, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്തവർ, വമാ തഅബുദൂന മിൻ ദൂനില്ലാ, അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചവരും പ്രാർത്ഥിക്കപ്പെട്ടവർ അവരും ഹസബു ജഹന്നം, നരകത്തിന്റെ വിറകുകളാണ്, അൻതും ലഹാ വാരിദൂൻ, നിങ്ങൾ അതിലേക്ക് വന്നു ചേരുന്നവർ തന്നെയാണ്. നരകത്തിലേക്ക് വന്നു ചേരുന്നതാണ് ശിർക്ക് ചെയ്തവർ, അത് ആരാധിക്കപ്പെട്ടവർ, അത് ഈ വിഗ്രഹങ്ങൾ അടക്കം ഈ നരകത്തിലേക്ക് വരുന്നതാണ്. എന്നിട്ട് അവർക്ക് നരകത്തിൽ കിടന്ന് ഈ ശിർക്ക് ചെയ്തവർ ആ നരക ശിക്ഷ അനുഭവിക്കുമ്പോൾ അവർ ഇത് കാണുന്നതാണ്. എന്തിനാണ്? അതിന്റെ ദുർബലത അവരെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി ഇങ്ങനെയുള്ള ആളുകൾ ആരാധിക്കുന്നവർ പറയുന്ന ന്യായം എന്താണ്? പ്രധാനപ്പെട്ട ഒരു ന്യായം എന്താണ്? അള്ളാഹുവിന് പുറമെയുള്ളവർക്ക് ആരാധനകൾ അർപ്പിക്കുന്നവരുടെ സ്ഥിരം ന്യായം എന്താണ്? അവർ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ശുപാർശകരാണ് എന്നതാണ് അവരുടെ ന്യായം. ആ രൂപത്തിൽ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ. അവർക്ക് സ്വമതീയത്ത് കൽപ്പിക്കുന്നില്ല. എന്നാൽ സ്വയംഭൂവാണ്, അവർ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, അതേപോലെ തന്നെ സാക്ഷാൽ ആരാധ്യനാണ്, ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, ശുപാർശകരാണ്. സൂറത്ത് യൂനുസ് 18 എന്താണ് അവർ പറഞ്ഞത്? വയഖൂലൂന, അവര് പറയുന്നു, ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് അവർ ശുപാർശകരാണ്, ശഫാഅത്ത് ചെയ്യും. ഇതാണ് അവർ പറയുന്നത്. അപ്പോ നമ്മുടെ നാട്ടിൽ ഇന്നു കാണുന്ന രൂപത്തിൽ ജനങ്ങൾ മഖബറകളിലേക്ക്, ജാറങ്ങളിലേക്ക് അവിടെ പോകുന്ന ആളുകളും പറയുന്ന ന്യായം ഇതുതന്നെയാണ്. ആ ജാറത്തിൽ കിടക്കുന്ന, ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഞങ്ങളെ പൂർണ്ണമായി ദൈവമാണെന്നല്ല അവർ പറയുന്നത്. അവർ ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ശുപാർശ പറയും പരലോകത്ത്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അല്ലാമ ഇമാം റാസി റഹ്മഹുല്ല അദ്ദേഹം പറയുന്ന വാക്കെന്താണ്? വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം റാസി റഹ്മഹുല്ല ഈ ആയത്തിനെ, സൂറത്ത് യൂനുസിലെ 18ാമത്തെ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, വനളീറതു ഫി ഹാദ സമാൻ ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിർ, ഇക്കാലത്ത് മഹാന്മാരുടെ ഖബറിടങ്ങളെ ബഹുമാനിക്കുന്നതിൽ വ്യാപൃതമായത് ഇതിന് സമാനമായ കാര്യമാണ്. അദ്ദേഹം പറയാണ്, അലാ ഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫആഅ ലഹും ഇൻദല്ലാഹ്, അവരുടെ ഖബറുകളെ ബഹുമാനിച്ചാൽ ഖബറുകളിലുള്ളവർ
അവർക്ക് ശുപാർശകരാകുമെന്നാണ് അവരുടെ വിശ്വാസം. ഇത് ശിർക്കാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ വാചകങ്ങൾ പറയുന്നത്. അപ്പൊ ഇന്നത്തെ അവസ്ഥ അതിനേക്കാൾ എത്രയോ മുന്നോട്ടേക്ക് നമ്മുടെ സമൂഹം ശിർക്കിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ശുപാർശകരെ സ്വീകരിക്കുന്നത് തെറ്റാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്തു സുമർ 43-ാമത്തെ ആയത്ത് എന്താണ് അല്ലാഹ് പറഞ്ഞത്? അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫആ, അതല്ല അല്ലാഹുവിന് പുറമെ അവർ ശുപാർശകരെ സ്വീകരിച്ചിരിക്കുകയാണോ? ഖുൽ, നബിയെ പറയുക, അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ വലാ യഅഖിലൂൻ, അവർ യാതൊന്നും അധീനപ്പെടുത്തുകയോ ചിന്തിച്ചു മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അവരെ ശുപാർശകരായി സ്വീകരിക്കുകയാണോ? ഖുർആന്റെ ചോദ്യമാണ്. എത്ര ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ആളുകളെ, അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ അള്ളാഹുവിനെ പോലെ അവരെ സ്നേഹിക്കുന്നു. ഖുർആൻ പറയാണ്, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ, അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിച്ച മനുഷ്യരിലെ ചിലർ യുഹിബ്ബൂനഹും, അവരെ സ്നേഹിക്കുന്നു. ഏതുപോലെ? കഹുബ്ബില്ലാ, അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ഇവരെയും സ്നേഹിക്കുന്നു എന്നാണ്. അപ്പോൾ ഖബറുകൾ നിരപ്പാക്കാൻ കൽപ്പിച്ച അതിനെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നതിനാലാണ്. അത് ഇസ്ലാമിക ഗവൺമെന്റിനോടാണ്. അതേപോലെ അബൂബക്കർ അലി ബിൻ അബി ത്വാലിബ്, അദ്ദേഹം മഹാനായ അബുൽ ഹയ്യാജ് അൽ അസദി, അദ്ദേഹത്തോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഖാലലി അലി ബിൻ അബി ത്വാലിബ്. അബുൽ ഹയ്യാജ് പറയാണ്, എന്നെ അലി ബിൻ അബി ത്വാലിബ് ഒരു കാര്യം ഏൽപ്പിച്ചു, എന്നോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറയാണ്, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂൽ എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം അബുൽ ഹയ്യാജ് ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു. അലിയാണ് പറയുന്നത് റളിയല്ലാഹു അൻഹു. എന്താണ് ആ വസിയത്ത്? അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു, പൊന്തി നിൽക്കുന്ന ഒരു ഖബറും നീ തകർക്കാതെ വിട്ടുകളയരുത്. ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും പൊളിക്കാതെ വിട്ടുകളെ. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബ്ബൈതഹു, അതിനെ നീ നിരപ്പാക്കാതെ വിട്ടുകളയരുത്. അതേപോലെ പ്രവാചകൻ തന്റെ ഖബറുമായി ബന്ധപ്പെട്ട് ആരാധനാ കേന്ദ്രമാക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റല്ലേ. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ജനങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ ഖബർ പോലും വിഗ്രഹമാകുമെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ചില ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ വിശ്വാസത്തിൽ ഒരു നിലക്കും, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നിലക്കും ശിർക്ക് കലരാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം ശിർക്ക് കലർന്നാൽ നമ്മുടെ എല്ലാ അമലുകളും ബാത്തിലായി പോകും. മഹാനായ സ്വഹാബി അബൂ മൂസൽ അശ്അരി, അദ്ദേഹം ജനങ്ങളോട് പറയുന്ന ഒരു വാചകമുണ്ട്, അയ്യുഹന്നാസ്, അദ്ദേഹം മിമ്പറിൽ നിന്നാണ് പറഞ്ഞത്, ഓ മനുഷ്യരെ, ഇത്തഖൂ ഹാദ ശിർക്ക്, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കുക. ഫൈനഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് വരുന്നതാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്. വിശ്വാസത്തിൽ ളുൽമു കലർത്താതിരിക്കുക, അക്രമം കലർത്താതിരിക്കുക, ശിർക്ക് കലർത്താതിരിക്കുക, അവർക്കാണ് നിർഭയത്വം എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ നിർഭയത്വം കിട്ടണമെങ്കിൽ ആളുകൾ സമാധാനത്തിന് വേണ്ടിയാണ്, നിർഭയത്തിന് വേണ്ടിയാണ് ആളുകൾ പലപ്പോഴും ജാറങ്ങളിലും മക്കാമുകളിലേക്കും കയറിയിറങ്ങുന്നത്. എന്തിനാണ്? കുറെ യാത്ര ചെയ്ത് അജ്മീറിലേക്കും നാഗൂറിലേക്കും ആളുകൾ പോകുന്നത് സമാധാനവും ചില പ്രയാസങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ആളുകൾ പോകുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് നിർഭയത്വമല്ല. നിർഭയത്വം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പൈശാചികമായി താൽക്കാലികമായി ഉണ്ടാകുന്ന നിർഭയത്വമാണ്. എന്നാൽ യഥാർത്ഥ നിർഭയത്വം എങ്ങനെയാണ് ലഭിക്കുക? ഖുർആൻ സൂറത്തു അൻആം 82 എങ്ങനെയാണ് ലഭിക്കുക? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അതേ അവിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവർ, ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് സന്മാർഗികൾ. എന്താണ് ദുൽമ എന്നതിന്റെ ഉദ്ദേശം? റസൂൽ വിശദീകരിച്ചു കൊടുത്തു. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞ ദുൽമ, അത് ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മരണസമയത്ത് പരലോകത്ത് വിജയം ലഭിക്കണമെങ്കിൽ, അവിടെ മരണം നന്നാകണമെങ്കിൽ നമ്മളിൽ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മരിക്കുന്നതുവരെ നമ്മൾ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇനി പ്രവാചകന്റെ പ്രവചനങ്ങളുണ്ട്. എന്താ പ്രവചനങ്ങൾ? ഇനി ഈ ഉമ്മത്ത് ശിർക്കിലേക്ക് പോകുമോ? ശിർക്കിൽ എത്തിപ്പെടുമോ? പ്രവാചകൻ എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത്? നടത്തിയ പ്രവചനം എന്താ? ലാ തഖൂമു സ്സാഅ എന്നാണ്. അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഏതുവരെ? ഹത്താ തൽഹഖ ഖബായില മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം മുശ്രിക്കുകളുടെ പ്രവർത്തനങ്ങളിൽ ചേരുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നാണ്. അത് ലോകത്ത് വരുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്.
ഈ ഉമ്മത്ത് ശിർക്കിലേക്ക് ചെന്നു ചേരും. അത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങൾ വിശ്വാസത്തെ, നമ്മുടെ ആ കർമ്മങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ തെറ്റായ അത്തരം വിശ്വാസങ്ങൾ, അബദ്ധമായ വിശ്വാസങ്ങൾ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് നമ്മൾ ജീവിച്ചു മരിക്കുകയാണെങ്കിൽ റസൂലുള്ള പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ് അത് പ്രഖ്യാപിച്ച് അത് ഉൾക്കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ടും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലാ ഇലാഹ ഇല്ലല്ലയിൽ കലിമത്തു തൗഹീദിൽ ഉറച്ചു നിന്ന് മരണം വരെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ ചരിത്രമാണ് തുഫൈൽ ബിൻ അംർ അദ്ദൗസി എന്ന റളിയല്ലാഹു അൻഹു എന്ന സഹാബി. അദ്ദേഹം മുസ്ലിമാകുന്ന ചരിത്രം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അദ്ദേഹം തിഹാമ താണ്ടിക്കടന്നാണ് അദ്ദേഹം മക്കയിലേക്ക് വന്നത്. ദൗസ് ഗോത്രം എന്ന ഒരു വലിയ ഗോത്രത്തിൻ്റെ അമീർ കൂടിയാണ് അദ്ദേഹം, നേതാവാണ്. അദ്ദേഹം മക്കയിലേക്ക് പ്രവാചകനെ അറിഞ്ഞ് പ്രവാചകനെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾ മുഹമ്മദിനെ ഒരിക്കലും കാണരുത്, കേൾക്കരുത്, അറിയാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ ആ സ്ഥാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും താഴേക്കിടയിലേക്ക് അദ്ദേഹത്തിലേക്ക് നിങ്ങൾ ചേർന്നാൽ വലിയ അപകടത്തിലേക്ക് നിങ്ങൾ പോകും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ കാണുന്നതിൽ നിന്ന് മക്കക്കാർ മുഴുവനും അദ്ദേഹത്തെ വിലക്കുകയാണ്. അങ്ങനെ പ്രവാചകനെ കേൾക്കാതിരിക്കാൻ രണ്ടു കാതുകളിൽ അദ്ദേഹം ഈ തുണി വെച്ചുകൊണ്ടാണ്, അദ്ദേഹം പരുത്തി തുണി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. എന്നാൽ അദ്ദേഹം കഅബാലയത്തിന്റെ അടുക്കൽ വന്ന് മുസ്ലിമീങ്ങളുടെ ഇബാദത്ത് അദ്ദേഹം കാണുകയാണ്. തുഫൈൽ ബിൻ അംർ മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അങ്ങനെ വളരെ മനോഹരമായി അദ്ദേഹത്തിന് വളരെ അട്രാക്ട് ചെയ്തു മുസ്ലിമീങ്ങളുടെ നമസ്കാരത്തെ. അള്ളാഹുവിന് മുമ്പിൽ, സൃഷ്ടാവിന് മുമ്പിൽ നെറ്റിത്തടം മുന്നിൽ വെച്ച് ശബ്ദകോലാഹലങ്ങളില്ലാതെ മനോഹരമായ ഒരു ആരാധന തുഫൈൽ ബിൻ അംർ കാണുകയാണ്. അദ്ദേഹത്തിന് അതിനൊരു ആകർഷണം തോന്നി. അങ്ങനെ അദ്ദേഹം തന്റെ തുണിയൊക്കെ മാറ്റി, ചെവിയിൽ നിന്ന് തുണിയൊക്കെ വലിച്ചെറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. എന്താണ് ഇസ്ലാം പറയുന്ന അടിസ്ഥാനപരമായ വിഷയം എന്ന് അദ്ദേഹം ചോദിച്ചു പഠിക്കുകയാണ്. വളരെ ചിന്തിക്കാനും അതേപോലെ നല്ല ബുദ്ധി ഉപയോഗിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവുള്ള തുഫൈൽ ബിൻ അംർ പ്രവാചകനിൽ നിന്ന് ഇസ്ലാമിനെ കേൾക്കുകയാണ്. എന്താണ് ഇസ്ലാം പറയുന്നത്? ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് മുമ്പിൽ മാത്രമാണ് എല്ലാം സമർപ്പിക്കേണ്ടത്, അള്ളാഹുവിന് മാത്രമാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത്. ഈ തൗഹീദാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആദ്യ സമയത്തു തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നേരെ തന്റെ ദൗസ് ഗോത്രത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം ദൗസ് ഗോത്രത്തോട് അദ്ദേഹം ദഅവത്ത് നടത്തി. അദ്ദേഹത്തിന് ആകെ കിട്ടിയ വിരലിലുണ്ടാവുന്ന വളരെ കുറഞ്ഞ ആളുകൾ, 2-3 ആളുകളെ മാത്രം കിട്ടി. ഭാര്യയെ, അതേപോലെ അദ്ദേഹത്തിന്റെ വാപ്പയെ, ഇങ്ങനെ 2-3 ആളുകളെ മാത്രമാണ് അദ്ദേഹത്തിന് ഈ ദഅവത്ത് നടത്തി അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ പ്രവാചകന്റെ അടുക്കലേക്ക് വളരെ സങ്കടപ്പെട്ട് മഹാനായ തുഫൈൽ ബിൻ അംർ കടന്നു വരികയാണ്. പ്രവാചകരെ, ഈ ദൗസ് ഗോത്രത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രവാചകൻ കൈകൾ ഉയർത്തി. സഹാബികൾ കുറച്ച് അമ്പരന്ന് നോക്കുകയാണ്. പ്രവാചകൻ എങ്ങാനും ദൗസ് ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കുമോ? പ്രവാചകൻ പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, ഈ ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്തിന്റെ വഴി തുറക്കണമേ എന്നാണ്. അങ്ങനെ വീണ്ടും തുഫൈൽ ബിൻ അംർ തന്റെ ഗോത്രത്തിൽ, ദൗസ് ഗോത്രത്തിനിടയിൽ ദഅവത്ത് നടത്തുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചത് 80 കുടുംബങ്ങളെ അദ്ദേഹത്തിന്റെ ദഅവ ഫലമായി, പ്രബോധനത്തിന്റെ ഫലമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം. അതല്ല, ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ ദഅവത്ത് അദ്ദേഹം നടത്തിയപ്പോൾ അതിന് അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു മഹാനായ സഹാബി ഉണ്ടായിരുന്നു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സഹാബി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദഅവാ രംഗത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ തുഫൈൽ ബിൻ അംർ എന്ന സഹാബിക്ക് കിട്ടിയ നേട്ടം എന്താണ്? അബൂ ഹുറൈറ എന്ന വലിയൊരു പ്രതിഭയെ അദ്ദേഹത്തിന്റെ ദഅവത്തിലൂടെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ ഈ മിമ്പറിൽ നിന്ന് തന്നെ എത്ര തവണ അൻ അബീ ഹുറൈറ എന്ന് പറഞ്ഞു. ഓരോ ഹദീസ് പറയുമ്പോഴും അബൂ ഹുറൈറയുടെ ഖബറിലേക്ക് പോവാണ്. 5374 ഹദീസുകളാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിരിക്കുന്നത്.
ലോകത്ത് എത്ര മെമ്പറുകളിൽ നിന്നാണ്, എത്ര ഹദീസ് ക്ലാസ്സുകളിലാണ്, എത്ര വഅലുകളിലാണ് അബൂ ഹുറൈറയുടെ പേര് പറയുന്നത്. അതിന്റെ അമലെടുക്കുന്ന ഓരോരുത്തരുടെയും പുണ്യം അങ്ങ് ബഖീഉൽ ഗർഖദിൽ കിടക്കുന്ന അബൂ ഹുറൈറ എന്ന മഹാനായ സഹാബിയിലേക്ക് ആ നന്മയുടെ ഒരു ഷെയർ എത്തിച്ചേരുമ്പോൾ അതിലൊട്ടും കുറയാതെ മഹാനായ തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി റളിയല്ലാഹു അൻഹുവിലേക്കും എത്തുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് കിട്ടുന്നത്? ഈ അബൂ ഹുറൈറയെ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഒരു എൻട്രി യഥാർത്ഥത്തിൽ തുഫൈൽ ഇബ്നു അംറിലൂടെയായിരുന്നു. അതാണ് ദഅവത്തിന്റെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത്. നമ്മൾ കാരണം ഒരാൾ ഹിദായത്തിലേക്ക് കടന്നു വന്നാൽ അയാളിലൂടെ സംഭവിക്കുന്ന സർവ്വ നന്മകളുടെയും ഓഹരി നമുക്ക് കിട്ടുമെന്നാണ്. നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു കൂലിയുണ്ട്. നമുക്ക് നമസ്കരിച്ചാലും നോമ്പെടുത്താലും ഖുർആൻ ഓതിയാലും ഒരു ഫിക്സഡ് പ്രതിഫലമാണ്. പക്ഷെ നമ്മൾ ദഅവാ രംഗത്ത് നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ കാരണം ആരെങ്കിലും ഈ തൗഹീദ് സ്വീകരിച്ചാൽ, സുന്നത്ത് സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ അയാൾ ആ കുടുംബ ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയായി ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന മെച്ചം എത്രയാണ്? സൂറത്തുൽ അസ്ർ നിർബന്ധമാണെന്നാണ് പറയുന്നത്, പ്രബോധനം നിർബന്ധമാണെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ കുടുംബ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ശിർക്കൻ പ്രവർത്തനങ്ങൾ, ബിദ്അത്തുകളിൽ ഒക്കെ മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഈ വെളിച്ചം ഒരാൾക്കെങ്കിലും പകർന്നു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത് സമൂഹത്തിൽ ആരുടെയെങ്കിലും ബാധ്യതയല്ല, ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു. പ്രവാചകൻ എവിടെ നിന്ന് തുടങ്ങി? ആദ്യം കുടുംബത്തിൽ നിന്നാണ് തുടങ്ങിയത്. അതിന്റെ ഒരു മുൻഗണനാക്രമം അങ്ങനെയാണ്. പ്രവാചകൻ തുടങ്ങിയത് വഅൻദിർ അശീറതകൽ അഖ്റബീൻ, പ്രവാചകരെ നിന്റെ കുടുംബത്തിൽ നിന്ന് കുടുംബത്തോട് നീ താക്കീത് നൽകുക. പ്രവാചകൻ ആദ്യം കുടുംബത്തെയാണ് വിളിച്ചത്, നാട്ടുകാരോടല്ല ആദ്യം തൗഹീദ് പറഞ്ഞത്. തന്റെ കുടുംബത്തിലെ ആളുകളെ എല്ലാം വിളിച്ചുകൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തൗഹീദ് പറഞ്ഞു. പ്രവാചകൻ ആളുകൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ പ്രവാചകന്റെ മനസ്സിൽ നിഷ്കളങ്കമായ സങ്കടമുണ്ടായിരുന്നു എന്ന് നിരവധി ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, അബൂ ത്വാലിബിന്റെ ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹ് ഏറെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറഞ്ഞു കിട്ടാൻ മരണസമയത്ത് പോലും പ്രവാചകൻ പറഞ്ഞു. ഹിദായത്തിന് തൗഫീഖ് കിട്ടിയില്ല. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രവാചകൻ വിചാരിക്കുമ്പോൾ ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല, അതൊരു തൗഫീഖാണ്. എന്നാൽ പ്രവാചകൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. തന്റെ മൂത്താപ്പ 8ാമത്തെ വയസ്സു മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്ന വ്യക്തിയെ പ്രവാചകൻ അറിയിച്ചു. അതേപോലെ ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പ്രവാചകന്റെ കണ്ണു നിറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കെ ഒരാൾ നരകത്തിലേക്ക് പോയല്ലോ, അത് എത്തിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടമായിരുന്നു. അതുകൊണ്ടാണ് ജൂതനായ കുട്ടിയുടെ അടുക്കലേക്ക് പ്രവാചകൻ കയറി ചെന്നത്. മരണാസന്ന സമയത്ത് രോഗിയായി കിടക്കുന്ന ജൂതനായ കുട്ടിയിലേക്ക് റസൂല പോയി. കാന ഗുലാമുൻ യഹൂദിയുൻ, ഒരു യഹൂദിയായ കുട്ടിയുടെ അടുക്കലേക്ക് റസൂല പോയി. എന്നിട്ട് ഇസ്ലാമിക ദഅവത്ത് നടത്തി. സ്വന്തം വാപ്പ അടുത്തുണ്ട്. ആ വാപ്പയുടെ മുഖത്തേക്ക് ആ മകൻ ഇങ്ങനെ നോക്കുകയാണ്. ഫനളറ ഇലാ അബീഹി, പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നു. അങ്ങനെ വാപ്പയിലേക്ക് നോക്കി. വാപ്പ പറഞ്ഞു ഫഖാല ലഹു അത്തി അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിക്കൂ എന്ന് വാപ്പയുടെ അനുവാദം കൊടുത്തു. അങ്ങനെ ആ മകൻ, ആ ജൂതനായ കുട്ടി, അവൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കലിമത്തുകൾ പറയാണ്. പ്രവാചകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, അല്ലാഹുവേ അവനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. അങ്ങനെ പ്രവാചകൻ ഏറെ ആഗ്രഹിച്ചു ഈ ദഅവ, ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള സന്ദേശം, ഇസ്ലാമിനെ കുറിച്ചുള്ള സന്ദേശം ആളുകളിലേക്ക് പ്രചരിച്ചു കാണാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നവംബർ 16-ാം തീയതി, അതായത് മറ്റന്നാൾ ഞായറാഴ്ച, ഇരിട്ടിയിൽ വെച്ച് ഒരു വലിയ കോൺഫറൻസ് നടക്കുകയാണ്. ഫാമിലി അവേക്കനിങ് കോൺഫറൻസ് എന്ന പേരിൽ വലിയൊരു സമ്മേളനം നടക്കുകയാണ്. കുടുംബപരമായ ആളുകൾ അനുഭവിക്കുന്ന എല്ലാതരം പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു വലിയ പ്രോഗ്രാം. ബഹുമാന്യനായ ഹുസൈൻ സലഫിയെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ കുടുംബസമേതം നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിയ്യത്താക്കാത്തവർ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ഒരുങ്ങുക. ഒരു ഞായറാഴ്ച ഇവിടെ നിന്ന് വാഹന സൗകര്യം ഇരിട്ടിയിലേക്ക് എത്തേണ്ട, ഉളിയിൽ കഴിഞ്ഞ് പുന്നാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ശിഹാബ് എടക്കര, ടി.കെ. അഷ്റഫ്, സി.പി. സലീം ഇങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് നമ്മുടെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി കാര്യങ്ങൾ പഠിക്കാനും പുതിയ കുടുംബങ്ങളെ അതിലേക്ക് പങ്കെടുക്കാനും നമ്മുടെ ഓരോരുത്തരുടെയും ശ്രമം ആവശ്യമാണ്. ഇവിടെ അതിനുള്ള വാഹന സൗകര്യവും മറ്റുമൊക്കെ ഉണ്ട്. ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടാകുമെന്ന വിവരം നമ്മൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ രോഗികളായ ധാരാളം ആളുകളുണ്ട്.
പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത പലരുമുണ്ട്. നമ്മുടെ ജുമാക്ക് വരുന്ന ഹമീദ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു 3-4 ദിവസമായി ഹോസ്പിറ്റലിലാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിരുന്നു. അല്ലാഹു ആ സഹോദരിക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണ ആഫിയത്തോടെ തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അല്ലാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു ഇനി ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.